കോഴിക്കോട് കുറ്റിക്കാട്ടൂരിൽ കടയിലെ തൂണിൽ നിന്ന് യുവാവ് ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ KSEBിക്കെതിരെ കുടുംബം ഇന്ന് പോലീസിൽ പരാതി നൽകും. കടയിലേക്കുള്ള സർവീസ് ലൈൻ തകരാർ ആണെന്ന് കാണിച്ച് കടയുടമ KSEBിയിൽ പരാതി നൽകിയിരുന്നെങ്കിലും പ്രശ്നം പരിഹരിച്ചില്ലെന്നാണ് ആരോപണം. അതേസമയം സംഭവസ്ഥലം സന്ദർശിച്ച് തെളിവെടുപ്പ് നടത്തിയ സംഘം കടയിലേക്കുള്ള വൈദ്യുതി ലൈനിൽ തകരാറുള്ളതായി അറിയിച്ചു. ബൈക്ക് കേടായതിനെ തുടർന്ന് കുറ്റിക്കാട്ടൂരിലെ ഒരു കടയുടെ വരാന്തയിലേക്ക് വണ്ടി ഒതുക്കി വെക്കുമ്പോഴാണ് 19-കാരനായ റിജാസ് കടയുടെ ഇരുമ്പുതൂണിൽ നിന്ന് ഷോക്കേറ്റ് മരിച്ചത്. കടയിലേക്കുള്ള വൈദ്യുതി ലൈനിൽ തകരാറുണ്ടെന്ന് കാണിച്ച് കടയുടമ KSEBിക്ക് നേരത്തെ പരാതി നൽകിയിരുന്നു. തുടർന്ന് പരിശോധനയ്ക്കെത്തിയ ഉദ്യോഗസ്ഥർ വൈദ്യുതി ലൈനിൽ തകരാറുള്ളതായി അറിയിച്ച് പരാതി രജിസ്റ്റർ ചെയ്തു മടങ്ങുകയായിരുന്നു. എന്നാൽ തകരാറുള്ള വൈദ്യുതി ലൈൻ വിച്ഛേദിച്ചിരുന്നില്ല. ഉദ്യോഗസ്ഥർ കാര്യക്ഷമമായി ഇടപെട്ടിരുന്നെങ്കിൽ തന്റെ അനിയന്റെ ജീവൻ നഷ്ടപ്പെടില്ലായിരുന്നുവെന്നും അതിനാൽ KSEBിക്കെതിരെ പരാതി നൽകുമെന്നും റിജാസിന്റെ സഹോദരൻ ഇന്നലെ തന്നെ വ്യക്തമാക്കിയിരുന്നു. ഇപ്പോൾ മുൻകൂട്ടി കണ്ടൊരു അപകടം വിളിച്ചു വരുത്തിയതാണ്. കാരണം 18-ാം തീയതിയോ 18 അങ്ങനെ കൊടുക്കുകയും ചെയ്ത് പരാതി കൊടുത്ത് അതിന് പിറ്റേന്ന് രാവിലെ ഏതൊരു ഓഫീസർ വന്ന് പറയുകയും ചെയ്ത് പരാതി രേഖാമൂലം കിട്ടിയതിന് ശരിയാക്കട്ടോ എന്ന്. പക്ഷേ അവർക്ക് ഒരാൾ മരിക്കേണ്ടി വന്നു, ഒരു ചെറുപ്പക്കാരെ മരിക്കേണ്ടി വന്നു. മരിച്ച സമയം ഒരു 2-2:30 ആകുമ്പോഴേക്ക് ഇവർ വന്ന് കട്ട് ചെയ്ത് കണ്ടി ഒരു പോവുകയും ചെയ്തിരിക്കണം. കാര്യം തീർച്ചയായിട്ടും ഞങ്ങൾ പരാതിയായിട്ട് പോകും, KSEBിക്കെതിരെ പരാതിയായിട്ട് പോവുകയും ചെയ്യും. അതേസമയം ഇലക്ട്രിക്കൽ എഞ്ചിനീയർമാരുടെ നേതൃത്വത്തിലുള്ള സംഘം സംഭവസ്ഥലത്ത് തെളിവെടുപ്പ് നടത്തി. വൈദ്യുതി ലൈനിൽ ലീക്കുള്ളതായി മനസ്സിലായതായി സംഘത്തെ നയിക്കുന്ന റിജു പറഞ്ഞു. കൂടുതൽ തെളിവെടുപ്പ് നടക്കുകയാണെന്നും അതിനുശേഷം മാത്രമേ ഈ ലീക്ക് കാരണമാണോ മരണമുണ്ടായതെന്ന് ഉറപ്പിക്കാൻ കഴിയൂവെന്നും അദ്ദേഹം വ്യക്തമാക്കി. അവരുടെ നേതൃത്വത്തിൽ ഇന്നും തെളിവെടുപ്പ് നടക്കും. ജനം, കോഴിക്കോട്.